ഭാരത പൗരന്മാർ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതാ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. രണ്ട് രാജ്യങ്ങളിലും തുടരുന്ന പൗരന്മാർ ഭാരത എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പറയുന്നു. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത, അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതായി ഈ അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ വാർത്തകൾ പുറത്തു വരികയും വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന സൂചനയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളിലേക്കും ഭാരതീയ പൗരന്മാർ യാത്ര ചെയ്യരുതെന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ ഇറാനിലും ഇസ്രായേലിലും കഴിയുന്ന ഭാരതീയ പൗരന്മാർ അതത് എംബസികളിൽ, അതായത് ഇറാനിലെ എംബസിയിലും അതുപോലെ തന്നെ ഇസ്രായേലിലെ എംബസിയിലും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, സംഘർഷ സാധ്യതകളെല്ലാം തന്നെ ഉടലെടുത്ത് അത്യാവശ്യ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, ഇവാക്യുവേഷൻ മിഷന്റെ ഭാഗമായുള്ള തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പേരുവിവരങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി രജിസ്ട്രേഷൻ നടത്തണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അപകടകരമായ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ വിമാനങ്ങളുടെ ലഭ്യത സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യത കൂടിയുള്ളതിനാലാണ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഹിണി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.